അമലായി സ്വീകരിക്കുമാറാകട്ടെ. ശഹ്റു റമളാൻ, നാം ഏവരും റമളാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നോമ്പിന് തന്നെയാണ്. അത്താഴത്തിന് എണീക്കുകയും റമളാനിന്റെ പകലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ വർജിക്കുകയും സൂര്യാസ്തമയത്തിന്റെ സമയത്ത് കൃത്യമായിട്ട് നോമ്പ് തുറക്കുകയും ചെയ്യും. വിശുദ്ധ റമളാൻ നമ്മിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്നുള്ളത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ വേദഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ അവതരിപ്പിച്ച മാസമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. ആ വിശുദ്ധ ഖുർആൻ ഈ റമളാനിൽ നമ്മെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ഒരു മുഹാസബത്ത് നടത്തേണ്ടതുണ്ട്, ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ഗാഢമായ ഇരുട്ടിലൂടെ വഴിതെറ്റി നടന്നു. അവൻ ചുറ്റും നോക്കി, യാതൊരു വെളിച്ചവുമില്ല. മുന്നോട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൂരാക്കൂരിലിട്ട്. ആ സമയത്ത് ആരൊക്കെയോ ചേർന്ന് ഒരു വിളക്ക് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ആ വിളക്കൊന്ന് തെളിയിച്ചാല് ആ മനുഷ്യന്റെ യഥാർത്ഥ ജീവിത വിജയം കിട്ടും, അവനിക്കതിൽ രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ആ മനുഷ്യൻ ആ വിളക്ക് തെളിയിച്ചില്ല. ആ ഇരുട്ടിലൂടെ വീണ്ടും മുന്നോട്ട് നീങ്ങി. സഹോദരങ്ങളെ, ആ മനുഷ്യന് വെളിച്ചമില്ലാത്ത ആളാണ്? അല്ല, വെളിച്ചം തെളിയിക്കാത്ത ആളാണ്. കയ്യിൽ ആ പ്രകാശം തെളിയിക്കാനുള്ള വസ്തു ഉണ്ടായിട്ടും ആ വെളിച്ചം ആ മനുഷ്യൻ തെളിയിച്ചില്ല. ഇതുപോലെ വിശുദ്ധ ഖുർആൻ എന്നുള്ള ആ പ്രകാശം നമ്മുടെ കൈകളിലുണ്ട്. നമ്മുടെ ഡിവൈസുകളിൽ, മൊബൈൽ ഡിവൈസുകളിൽ വിശുദ്ധ ഖുർആനുണ്ട്, പള്ളിയിൽ വിശുദ്ധ ഖുർആനുണ്ട്, നമ്മുടെ വീട്ടിലുമുണ്ട് വിശുദ്ധ ഖുർആൻ. എന്നാൽ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബിൻ മുബീൻ, പ്രകാശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്ന ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ? ആ വിശുദ്ധ ഖുർആന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം ഇരുട്ടിലാണ്. നാം ആ ഖുർആൻ വായിക്കുന്നു, പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. പ്രകാശം കയ്യിലുള്ളത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വഴി കണ്ടെത്താനാവില്ല. ആ പ്രകാശം തെളിയിക്കണം. ഇന്ന് ഈ ഖുതുബയിൽ നാം സംസാരിക്കാൻ പോകുന്നത് ആ ഒരു പ്രകാശം, വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം റമളാൻ, മാസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസമായിട്ടാണ് അല്ലാഹു കണക്കാക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകനാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാനലോകത്തിന് സന്ദേശവാഹകനായിട്ട് ഇറങ്ങിയ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മലക്കാണ് എല്ലാ മലക്കുകളെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മലക്ക്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെന്നും
അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട്. വെറും ചട്ടക്കൂടിലുള്ള അക്ഷരങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. വരണ്ടുണങ്ങിയ ഹൃദയത്തിന്റെ കോണുകളിലേക്ക് നിശബ്ദമായി ഒഴുകിയെത്തുന്ന ഒരു പ്രകാശം. ആ പ്രകാശം ഹൃദയത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ നമ്മിലുണ്ടായിരുന്ന പല തിന്മകളും പാപങ്ങളും മധുരമില്ലാതായിട്ട് മാറും. അന്ന് വരെ വലിയ ഭാരമായി തോന്നിയിരുന്ന പല നന്മകളും പല ഇബാദത്തുകളും ഭാരമില്ലാതായിട്ട് മാറും. ഹറാമുകളിൽ കണ്ണുകളും കാതുകളും പോയിരുന്ന സമയത്ത് ഹലാലിലേക്ക് വഴിമാറും. ദുനിയാവിലെ സന്തോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കൂല, പരലോകത്തെ സന്തോഷത്തിന് വലിയ പ്രാധാന്യം നൽകും. മറ്റാരെക്കാട്ടിലും റഹ്മാനായ റബ്ബിന്റെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുക്കും. അതാണ് വിശുദ്ധ ഖുർആൻ ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രകാശമായിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന വലിയ നേട്ടം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം ആ പ്രകാശം ഹൃദയത്തിലേക്ക് വർഷിച്ചപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാറ്റിയ വിശുദ്ധ ഖുർആൻ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ കേട്ടിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായും തണലായും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാറി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വരാൻ സാധിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ്. അതുപോലെ തന്നെ കള്ളനും പിടിച്ചുപറിക്കാരനും ഒക്കെയായിരുന്ന ഒരു മനുഷ്യൻ, വ്യഭിചാരത്തിൽ മുഴുകി നിന്നൊരു മനുഷ്യൻ, തന്റെ കാമുകിയെ കാണുവാനായിട്ട് പാതിരാത്രി മതിൽ ചാടിക്കടന്ന് ആ വീട്ടിലേക്ക് കടക്കുന്ന ആ സമയത്ത് എവിടെ നിന്നോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുകയാണ്. അലം യഅ്നില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട സത്യത്തിലേക്ക് നിനക്ക് മടങ്ങാൻ സമയമായില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ കേട്ടിട്ട് ആ മനുഷ്യൻ മാറുകയാണ്. താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ദുഷ്പ്രവർത്തികളും എല്ലാ തിന്മകളും അന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങി, അതെ എനിക്ക് മാറാൻ സമയമായി. ആരാണ് പ്രിയപ്പെട്ടവരെ? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമ്മൾ കേട്ടിട്ടുണ്ട്. തുഫൈൽ മക്കയിലേക്ക് വന്നപ്പോൾ ഖുറൈശികൾ പറയുന്നുണ്ട്, മുഹമ്മദിന്റെ അടുത്തേക്ക് പോകരുത്, അവന്റെ വാക്കുകൾ കേൾക്കരുത്, എന്തോ സിഹറുണ്ട്, അതിലേക്ക് ആകർഷിതമാകാൻ സാധ്യതയുണ്ട്. ഇത് കേട്ട തുഫൈൽ ഇബ്നു അംർ ചെവിയിൽ തുണി തിരികെ കയറ്റിയിട്ടാണ് കഅബയിലേക്ക് തവാഫ് ചെയ്യാൻ പോയതെന്നാണ്. ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഒരു സ്ഥലത്ത് നിന്ന് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ആ തുഫൈൽ ഇബ്നു അംർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഇബാദത്തിൽ ആകർഷിതമാവുകയാണ്. വലിയ കൂപ്പും ബഹളവും ഒന്നും ഇല്ലാത്തൊരു ഇബാദത്ത്, സൗമ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്ത് ചെയ്യുന്ന കണ്ടിട്ട് ആ ചെവിയിൽ നിന്ന് എന്ത് ചെയ്തു? ആ ഒരു ചെറിയ തുണി കഷ്ണം മാറ്റേണ്ടായി. കുറച്ചേ കേട്ടുള്ളൂ, കുറച്ചേ തുഫൈൽ കേട്ടുള്ളൂ. അവിടെ അതിൽ ആകർഷണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി പോവുകയാണ്. റസൂലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് തുഫൈൽ ചോദിക്കാണ്, നിങ്ങളുടെ വാക്കുകൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് മുഴുവിപ്പിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫലക്കും സൂറത്ത് നാസും ഓതി കൊടുക്കുകയാണ്. തൽക്ഷണം അവിടെ വെച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊക്കെ പറ്റി എന്താണ്, എന്ത് അത്ഭുതമാണ് ഈ വിശുദ്ധ ഖുർആനിലുള്ളത്?
അതെ, അള്ളാഹുവിന്റെ കലാമിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ കൈവശമുണ്ട്, കൈകളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകാത്തത്? അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഈ വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നമുക്ക് എന്താ പറ്റിയെന്ന് അറിയാനായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജാബിർ ബിൻ അബ്ദുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 830ാമത്തെ ഹദീസിൽ പറയുന്നുണ്ട്, ഇഖ്റഉൽ ഖുർആന ഖബ്ല അൻ യഅതി ഖൗമ. ഒരിക്കൽ സ്വഹാബത്ത് ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരാണ്. സ്വഹാബത്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് റസൂൽ പറയാണ്, ഇഖ്റഉ, നിങ്ങൾ പാരായണം ചെയ്യുക അൽ ഖുർആൻ ഖബ്ല അൻ യഅതി ഖൗമ, ചില ആളുകൾ വരുന്നതിന് മുമ്പ്. യുഖീമൂന ഹുറൂഫഹു ഇഖാമത സഹ്മി, വളഞ്ഞ അമ്പ് നേരെയാക്കുന്നതിനേക്കാൾ നല്ല സെറ്റപ്പ് ആയിട്ട് അവർ വിശുദ്ധ ഖുർആന്റെ ഹർഫുകൾ, അക്ഷരങ്ങൾ നേരെയാക്കും. നല്ല തജ്വീദോട് കൂടി, തർത്തീലോട് കൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. പക്ഷേ ലാ യുജാബിസു തറാഖിയഹും, അവരുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. യതഅജ്ജലൂന അജ്റ വലാ യതഅജ്ജലൂന, ആ സമയത്തുള്ള അതിന്റെ പ്രതിഫലം ഉടനെ അവർ തേടും, എന്നാൽ ആഖിറത്തിലെ പ്രതിഫലം അവർ കാത്തിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് നമ്മളെ പറ്റിയല്ലേ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ഒരുപാട് നമ്മൾ പാരായണം ചെയ്യാറുണ്ടാവും. റമദാൻ എത്തിയപ്പോൾ ഒരുപാട് ജുസുകൾ നമ്മൾ പാരായണം ചെയ്തു, ഖത്തമുകൾ പോലും തീർത്ത ആളുകളുണ്ട്. എന്നാൽ ഏത് പാരായണത്തിലെ ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്? നമ്മുടെ ഹൃദയത്തിലേക്ക് പതിച്ച ഏത് ആയത്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങനെ ആ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ ഇറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാറ്റം, വഇദാ സമിഉ മാ ഉൻസില ഇലാ റസൂലി തറാ അയ്യുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. റസൂലിനെ അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ സത്യം മനസ്സിലാക്കിയതിന്റെ ഫലമായി അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ കേട്ടാൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ യഥാർത്ഥ ക്വാളിറ്റിയെ പറ്റി പറയുകയാണ്. വിശുദ്ധ ഖുർആനെ പറ്റിയിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ട് സ്മരണ വന്നാൽ അവരുടെ ഹൃദയം തുറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ഏറ്റവും അവസാനം എല്ലാം തന്റെ റബ്ബിലേക്ക് തവക്കൽ ചെയ്യുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ ഏത് ആയത്താണ് നമ്മുടെ ഹൃദയത്തെ നടുക്കിയത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള സ്വഹാബത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മാസത്തോളം അദ്ദേഹം രോഗശൈലി കിടന്നു എന്നാണ്. സൂറത്ത് തൂറിലെ 2 ആയത്ത് കേട്ടപ്പോൾ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, നിശ്ചയമായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ വരുന്നതാണ്, അതിനെ തടയാനാരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വരുന്നതാണ്, അത് തടയാൻ ആരുമില്ല എന്ന് കേട്ട മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു മാസത്തോളം, ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മാസത്തോളം അദ്ദേഹം രോഗശൈലിയിലായിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്.
ആ ഒരു സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിനടുത്ത് വരാതെ ഇരിക്കില്ല. നിന്റെ റബ്ബിന്റെ അടുക്കൽ അത് അനിവാര്യവും തീരുമാനിക്കപ്പെട്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറത്ത് മറിയമിലെ 71-ാമത്തെ ആയത്ത്. ഇത് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ കരച്ചിൽ കണ്ടിട്ട് ഭാര്യയെ കരയുകയാണ്. ഭാര്യയോട് ചോദിക്കുന്നത്, നീ എന്തിനാ കരയുന്നത്? അത് നിങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ എന്താ ആയത്തിൽ പറയുന്നേ? എല്ലാ മനുഷ്യരും, സത്യവിശ്വാസികളും അവിശ്വാസികളും കപടവിശ്വാസികളും എല്ലാവരും ആ നരകത്തിന്റെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും. നരകത്തിന് മീതെയുള്ള ആ സുറാത്ത് പാലം, ആ സുറാത്ത് പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്വർഗത്തിലേക്ക് എത്തുക. ആ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ സുറാത്തിലേക്കും അതിന് തൊട്ട് താഴെ എന്താ നരകമാണ്. ഈ ഒരു കാര്യം കേട്ടിട്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് കരച്ചിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ എത്ര പാരായണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായത്താണ് നമ്മെ കരയിപ്പിച്ചത്? ഏതായത്താണ് നമ്മെ രോഗിയാക്കിയത്? ഏതായത്ത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് നമ്മൾ തീരുമാനിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് അതിനു വേണ്ടിയല്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശമായിട്ട് ഇറങ്ങണം. പ്രകാശമായിട്ട് ഇറങ്ങി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ യഥാവണ്ണം ശരിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആൻ യഥാവണ്ണം പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി ജീവിതത്തിലെ അടിമുടി മാറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും ഫസ്തഗ്ഫിറൂ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഉസീകും വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ്യ യർജൂന തിജാറതൻ ലൻ തബൂർ. നിശ്ചയമായും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം ഉറപ്പോടെ നിർവഹിക്കുകയും നാം അവർക്ക് കൊടുത്തിട്ടുള്ളത് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാകും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്ത് ലഭിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവനിക്ക് ഒരു ഹസനത്ത് ലഭിക്കും. വൽ ഹസനത്തു ബിൽ അശ്രി അംസാലിഹ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 പ്രതിഫലമാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നുള്ളത് ഹർഫായിട്ട് പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അലിഫും ലാമും മീമും ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അവന് ലഭിക്കുന്നത് 30 പ്രതിഫലമാണ്. ഒരാൾ വിശുദ്ധ ഖുർആൻ
ആദ്യാവസാനം വരെ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനിക്ക് എത്രത്തോളം നേട്ടമാണ് പ്രിയപ്പെട്ടവരെ സാധാരണ മാസങ്ങളിൽ പാരായണം ചെയ്യുന്ന കിട്ടുക. എന്നാൽ ഈ വിശുദ്ധ ഖുർആന് നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത അൽ കഹഫ് ഒരാൾ മുഴുവനായിട്ട് പാരായണം ചെയ്താൽ ഏകദേശം 3 ലക്ഷത്തോളം പ്രതിഫലം കിട്ടും. ഇന്ന് പാരായണം ചെയ്ത സൂറത്തുൽ കഹഫ് മുഴുവനായിട്ട് ആരെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ലഭിക്കുന്ന ഏകദേശം 3 ലക്ഷത്തോളം പ്രതിഫലമാണ്. ആ വിശുദ്ധ ഖുർആനെ നമ്മൾ യഥാവിധി പാരായണം ചെയ്യുകയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നാളെ അന്ത്യനാളില് തന്റെ കൂട്ടുകാരനെ പോലെ ആ ഖുർആൻ നമ്മിലേക്ക് എത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, വഇന്നൽ ഖുർആന യൽക സ്വാഹിബുഹു യൗമൽ ഖിയാമ. നിശ്ചയമായും ഖുർആൻ തന്റെ കൂട്ടുകാരനെ സഹചാരിയെ ആ ഖിയാമത്ത് നാളിൽ വെച്ച് കാണും. ഹീന യൻശഖു അൻഹു ഖബ്റുഹു കറജുലു ഷാഹിബ്. അവന്റെ ഖബർ പിളർന്ന് പുറത്തു വരുമ്പോൾ ഒരു ക്ഷീണിച്ച മനുഷ്യന്റെ രൂപത്തിൽ ഫയഖൂലു ലഹു ഹൽ തഅരിഫുനി. ആ സമയത്ത് ഖുർആൻ ചോദിക്കും ആ മനുഷ്യനോട്, നിനക്ക് എന്നെ മനസ്സിലായോ? ഫയഖൂൽ, അപ്പോൾ മനുഷ്യൻ പറയും, മാ അരിഫു, എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. ഫയഖൂൽ, അപ്പോൾ പറയും, അന സ്വാഹിബുൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഖുർആനാണ്. അല്ലദീ അൽമഅതുക ഫിൽ ഹവാജിർ, ചൂടേറിയ പകലുകളിൽ ഞാൻ നിന്നെ ദാഹിപ്പിച്ചു. വഅസ്ഹർതു ലൈലക, നീ രാത്രിയിൽ ഉറങ്ങാതെ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നു. വഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതിഹി, ഓരോ വ്യാപാരിയും തന്റെ വ്യാപാരത്തിന് പിന്നാലെയാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. വഇന്നക യൗമ മിൻ വറാഇ കുല്ലി തിജാറതി, എന്നാൽ ഇന്ന് നീ എല്ലാ തരം വ്യാപാരത്തിനെയും പിന്നിലാക്കിയിരിക്കുകയാണ്, അതിൽ നിന്നൊക്കെ നീ മുന്നേറിയിരിക്കുകയാണ്. ഫയുഅതൽ മുൽക ബിയമീനി, അവന്റെ വലത് കൈയിൽ രാജത്വം മഹത്വം നൽകപ്പെടും. വയൂല അല റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിൽ മാന്യമായ കിരീടം ധരിപ്പിക്കും. വയുക്സ വാലിദാഹു ഹുല്ലതൈൻ, അവന്റെ മാതാപിതാക്കൾക്ക് 2 വസ്ത്രങ്ങൾ ധരിപ്പിക്കും. ലാ യുകവ്വമു ലഹും അഹ്ലുദ് ദുനിയ, ലോകത്തിന്റെ ആളുകൾക്ക് അതിന്റെ വില കണക്കാക്കാൻ പോലും കഴിയില്ല. ഫയഖൂലാനി ബിമ കുസീന ഹാദാ, ആ മാതാപിതാക്കൾ ചോദിക്കും, ഇത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിച്ചതാ? ഫയഖാൽ ബിഅഖ്ദി വലദികുൽ ഖുർആൻ, അപ്പോൾ പറയും, നിന്റെ മകൻ ഖുർആൻ കൈക്കൊണ്ടതുകൊണ്ടാണ്. സുമ്മ യുഖാലു ലഹു ഇഖ്റഅ വസ്അദ്, പിന്നീട് അവനോട് പറയും, വായിക്കുക, ഉയരുക. ഫീ ദറജിൽ ജന്നതി വഗറഫിഹാ, ജന്നത്തിലെ സ്വർഗ്ഗത്തിലെ നിലകളിലേക്കും കൊട്ടാരങ്ങളിലേക്കും കയറിക്കൊണ്ടിരിക്കുക. ഫഹുവ ഫീ സുഊദി മാ ദാമ യഖറ, അവൻ വായിക്കുന്നത് വരെ അവൻ ഉയരത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഹലൻ കാന ഔ തർതീല, അവൻ വേഗത്തിൽ വായിച്ചാലും ശാന്തമായി തർത്തീൽ ചെയ്ത് വായിച്ചാലും. വിശുദ്ധ ഖുർആനെ നെഞ്ചിലേക്ക് ഏറ്റിയിട്ടുള്ള, ആ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളുകളെ പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ ഖബർ പിളർന്നുകൊണ്ട് ഒരു യുവാവിന്റെ കോലത്തിൽ ആ വിശുദ്ധ ഖുർആൻ വരുമെന്നാണ്. എന്നിട്ട് പറയും, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, നീ എനിക്ക് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നുകൊണ്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയും. തലയിൽ കിരീടം ധരിപ്പിക്കും. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ, മനഃപ്പാഠമാക്കിയിട്ടുള്ള മക്കളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതകൾ, 2 വലിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കും. ആ വസ്ത്രത്തിന്റെ വില, ആ മൂല്യം ലോകത്തിൽ ഒന്നിനും കണക്കാക്കാൻ സാധിക്കുകയില്ല.
വലിയ വലിയ കിരീടങ്ങൾ ധരിപ്പിക്കും, വലിയ വലിയ ആഭരണങ്ങളും പുടയാടകളും ഒക്കെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുമെന്നാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിന്റെ ആളുകളുടെ പ്രത്യേകത, അവരുടെ ദറജ കണക്കാക്കുന്നത് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ്. എത്രത്തോളം ഹിഫ്ള് ഉണ്ടോ അത്രത്തോളം ആയത്തുകൾ പാരായണം ചെയ്ത് സ്വർഗത്തിലെ മടിമേടകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ചില പ്രത്യേക ആളുകൾക്ക് മാത്രമല്ല, നമുക്കും അതിന് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നിയ്യത്ത് വെക്കുക, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക. ചെറിയ മക്കൾക്ക് മാത്രം സാധിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നാം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയേക്കാം. എന്നാലും നമുക്ക് ആ നീയത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നീയത്തനുസരിച്ചുള്ള പ്രതിഫലം തരുമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. നാളെ മക്കള് കാരണം അപമാനത്തിലേക്ക് പോകുന്ന പല പല മാതാപിതാക്കളുണ്ട്. എന്നാൽ മക്കള് കാരണം അഭിമാനത്തോടു കൂടി റബ്ബിന് മുമ്പിൽ നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. അത്തരം മാതാപിതാക്കളാകാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള വിശുദ്ധ ഖുർആനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കണം. വിശുദ്ധ ഖുർആൻ ഉപയോഗപ്രദമാകാനായിട്ട് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇദാ അറദൽ ഇൻതിഫാഅ ബിൽ ഖുർആനി ഫജ്മഅ ഖൽബക ഇൻദ തിലാവതിഹി വസമാഇഹി. താങ്കൾക്ക് ഖുർആൻ കൊണ്ട് പ്രയോജനം ലഭിക്കണമെങ്കിൽ അത് പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും താങ്കളുടെ ഹൃദയത്തെ ഒരുമിച്ച് കൂട്ടുക. വഅൽകിസ് അമക, താങ്കളുടെ കാതുകളെ അതിലേക്ക് സമർപ്പിക്കുക. വഹ്ലുൽ ഹുദൂറ മൻ യുഖാതിബുഹു ബിഹി മൻ തഖല്ലമ ബിഹി സുബ്ഹാനഹു മിൻഹു ഇലൈഹി. ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ആരുടെ വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്, ആ റഹ്മാനായ റബ്ബിന്റെ ആ ഒരു ഉത്ബോധനത്തിൽ ആ റബ്ബ് നമ്മോട് സംസാരിക്കുകയാണെന്നുള്ള ആ ബോധത്തോടെ സാന്നിധ്യത്തോടു കൂടി നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാകും. വിശുദ്ധ ഖുർആൻ നമുക്ക് ഒരിക്കലും നഷ്ടമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ഈ മാസത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും ഈ ഒരു വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആൻ നമുക്ക് നാളെ സാക്ഷിയാകുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിസ്താരമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.